പഴയ ഒരു സാരി എടുത്തിട്ട് നമ്മുടെ ഓണത്തിന് പറ്റിയ ഒരു ഡ്രസ്സ് തുന്നാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫ്ലീറ്റഡ് ഫ്രോക്ക് സ്റ്റൈലാണ് തുന്നാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഫ്ലീറ്റഡ് സ്കേർട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എത്ര വേസ്റ്റ് വണ്ണം ഉണ്ടോ അതിൻ്റെ 4 ഇരട്ടിയാണ് നമ്മൾ ഫ്ലീറ്റിന് എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആയതുകൊണ്ട് അത്രയൊന്നും വേണ്ട. താഴത്തെ ബോർഡർ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഞാൻ സ്കേർട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നല്ല വൈഡായിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൽ ഒരു നൂല് വലിച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ മാനുവലായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് ഫ്ലീറ്റ് ഇട്ടാലും മതി. നമുക്ക് ആവശ്യമായ വിഡ്ത്ത് അനുസരിച്ചിട്ട് ഈ ഫ്ലീറ്റ്സുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് സാരി വളരെ നേരിയതായത് കാരണം അതേ കളർ തന്നെ ലൈനിങ് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഫ്ലീറ്റഡ് ആയിട്ടല്ല, അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യുന്നത് പോലെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. സ്കേർട്ടിനേക്കാൾ 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലൈനിങ്ങിനോടൊപ്പം ഫ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന സ്കേർട്ട് കൂടി ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും താഴത്തെ പോർഷൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. സ്കേർട്ടിന് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസിൽ നിന്ന് ഞാൻ ബോർഡറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ ആ ഒരു ബോഡി പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് ബോഡി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് 12 ഇഞ്ചസ് ആണ്. അതുപോലെ വിഡ്ത്ത് 8 ഇഞ്ചസും ആണ് ആവശ്യം. 8 പ്ലസ് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നമ്മുടെ ആവശ്യാനുസരണം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ ഇടാം. പിന്നെ നെക്ക് ഞാനൊരു വി നെക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 6.5 ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ചും ഷോൾഡർ ഒരു 2.5 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് മാർജിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് ഫ്രണ്ട് പീസ് മെഷർമെൻ്റ് ആയിട്ട് വെച്ചിട്ടാണ് ഞാൻ ബാക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ ഞാനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഹുക്ക് അല്ലെങ്കിൽ നമുക്ക് സിബൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്ട്രാ കൊടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ 1.5 ഇഞ്ച് വെക്കുന്നുള്ളൂ. അതിനുശേഷം ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് അതേ അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നെക്കിൻ്റെ അതേ ഷേപ്പിൽ മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ച മെറ്റീരിയൽ നെക്കിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് ലൈനിങ്ങിനോടൊപ്പം അറ്റാച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു അഡീഷണൽ പീസ് വെച്ചിട്ട് ലൈനിങ്ങിനോടൊപ്പം അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെമ്മിങ് ഒക്കെ ഒഴിവാക്കി വേഗത്തിൽ തുന്നിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പല്ലു ബോർഡർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പോർഷനിലേക്ക് ഒരു പാച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 1/2 ഇഞ്ച് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അത്രയും മാർജിൻ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് തുന്നാൻ ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പാച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊസിഷനൊക്കെ നോക്കി ആ പൊസിഷൻ അനുസരിച്ച് പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇവിടെ ഞാൻ മുകളിലത്തെ ലെയർ ഫാബ്രിക് ഒഴിവാക്കിയതിന് ശേഷം ലൈനിങ്ങിനോടൊപ്പമാണ് ഈ പാച്ച് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പിൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പുറത്തേക്കുള്ള സ്റ്റിച്ചുകളൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു നെക്കിൽ അഡീഷണൽ ആയിട്ട് ഈ ഒരു പാച്ചിൻ്റെ സപ്പോർട്ട് കൂടി വരുന്നതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസ് ഇല്ലാണ്ട് വെറുതെ തുണി മാത്രം വെച്ചിട്ട് തുന്നിയത്. ഇല്ലെങ്കിൽ കനം കുറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ തുന്നുന്ന സമയത്ത് നമ്മൾ ക്യാൻവാസ് വെച്ച് തുന്നുന്നത് തന്നെയാണ് നല്ലത്. ഫ്രണ്ടിനൊക്കെ ഫിനിഷ് ചെയ്തതുപോലെ തന്നെ ബാക്ക് നെക്കിലത്തേക്കും ഞാനൊരു ഫാബ്രിക് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും അതുപോലെ തന്നെ ഒന്ന് തുന്നിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ബാക്ക് പീസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഷോൾഡറിനേക്കാൾ 2 സൈഡിലും 1/2 ഇഞ്ച് എക്സ്ട്രാ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ സിബ്ബറിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ തുന്നിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ആവശ്യത്തിലും അധികം വിടുത്തുള്ള തുണി തന്നെയാണ്. അപ്പോൾ അത് കാരണം ഞാൻ സിബ്ബർ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം വെട്ടി കളഞ്ഞാൽ മതി. ഞാൻ നെക്ക് കറക്റ്റ് ആ ആവശ്യത്തിനുള്ള വിടുത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഡിഫറൻസ് നമുക്കിവിടെ പ്രശ്നമായിട്ട് വരുന്നില്ല. ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് പീസ് അല്ലെങ്കിൽ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിനും ഒറിജിനൽ ഫാബ്രിക്കിനും ഇടയ്ക്കായിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ തുന്നുവാണെങ്കിൽ ആ മാർജിനൊന്നും പുറത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിന് ബോഡി പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളിന് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഡെപ്ത്ത് കൊടുക്കണം. അതുപോലെ ബാക്കിലുള്ള എക്സ്ട്രാ ഷോൾഡർ വിഡ്ത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. നെക്കിൽ വെച്ച പാച്ചിൻ്റെ ബാക്കിയുള്ള പല്ലു ബോർഡറിൽ നിന്നാണ് നമ്മൾ സ്ലീവ്സ് എടുക്കുന്നത്. ഇവിടെ എനിക്ക് ആവശ്യമുള്ള സ്ലീവ് ലെങ്ത്ത് 10 ഇഞ്ചസ് ആണ്. അതിൽ നിന്ന് 3.5 ഇഞ്ച് താഴെ ആക്കിയിട്ട് ഞാൻ ആം ഹോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ലീവ്സിന് ഞാൻ ലൈനിങ് വെക്കുന്നില്ല. സ്ലീവ്സിൽ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പഫ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു 2 ഫ്ലീറ്റ് കൊടുക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ ആം ഹോളിൽ മാത്രമാണ് എക്സ്ട്രാ 1/2 ഇഞ്ച് ഡെപ്ത്ത് കൊടുത്തിരുന്നത്. ഇപ്പോൾ അതുപോലെ ഈ സ്ലീവിൻ്റെ 2 സ്ലീവിൻ്റെയും ഫ്രണ്ട് പോർഷനിൽ ഒരു 1/2 ഇഞ്ച് ഡെപ്ത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ലീവ്സും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്രോക്കിൽ കെട്ടുവെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടാസൽ ചെയ്തെടുക്കാം. ബോർഡറിൻ്റെ 2 ചെറിയ പീസുകളോട് പിടിപ്പിച്ചിട്ടാണ് ഈ ഒരു ടാസൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫാബ്രിക് ടാസിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഫ്രോക്കിലൊക്കെ വെക്കാറുള്ളത് പോലെ നീളത്തിലും വീതിയിലുള്ള ആ ഒരു റിബൺ പോലെ തുന്നിയെടുത്താലും മതിയാവും. പക്ഷേ ഫാബ്രിക് ടാസൽസ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ 2 വള്ളിയും നമ്മൾ ബോഡി ജോയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം.
ഇപ്പം നമ്മൾ സ്ലീവിൻ്റെയും ബോഡിയുടെയും ഒരു ഭാഗം തുന്നി ജോയിൻ്റ് ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്കേർട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒന്നിച്ചാണ് മറുഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്കേർട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഫോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. പിന്നെ ഫാബ്രിക്കിൻ്റെ മാർജിൻ ഭാഗമാണ് അവിടെ വരുന്നതെങ്കിൽ അത് ഫോൾഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ സ്ലീവ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേസ്റ്റ് ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ ടാസൽ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് ഭാഗവും നമ്മൾ ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് ലൈനിങ്ങിൻ്റെ സൈഡും ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്.